കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക, ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവവും ഘടനയും, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിന്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമാണ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക, ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവവും ഘടനയും, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിന്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കുന്നത്. ഒരു നദിയുടെ അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയുമാണ് നീർത്തടം എന്ന് പറയുന്നത്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയുമാണ് നീർത്തടം എന്ന് പറയുന്നത്. നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നദീതടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നീർത്തടങ്ങൾ. നീർത്തടങ്ങളെ മറ്റൊരു നീർത്തടത്തിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയെ ജലവിഭാജകം എന്നാണ് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നദീതടങ്ങൾ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നദീതടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നീർത്തടങ്ങൾ. പ്രധാന നീരൊഴുക്ക് മാതൃകകൾ. ഒരു മരത്തിന്റെ ചില്ലയോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃതി മാതൃക. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ ഇതിന് ഉദാഹരണമാണ്. ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ളതാണ് ശിഖരാകൃതി മാതൃക. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഇതിനുദാഹരണമാണ്. കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഇതിന് ഉദാഹരണമാണ്. പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ ജലായുധ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടത്തിലേക്കോ താഴ്വരയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു. നദീതടങ്ങളും നീർത്തടങ്ങളും തനത് സ്വഭാവ സവിശേഷതകൾ ഉള്ളവയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സ്വാധീനം മറ്റ് ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു. അതിനാൽ ഇവ സൂക്ഷ്മ, സാമാന്യം, വിസ്തൃത, സ്ഥൂലതല ആസൂത്രണ മേഖലകളായി അംഗീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ നദീവ്യൂഹത്തെ വിവിധ രീതികളിൽ തരംതിരിക്കാം. നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ അവയെ അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും തരംതിരിച്ചിട്ടുണ്ട്. ഡൽഹി മലനിരകളും ആരവല്ലി, സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ഒരു ജലവിഭാഗമാണ് ഇവയെ വേർതിരിക്കുന്നത്. ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി 77% ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസുള്ള ഒരു പാർട്ടാണത്. ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി 77% ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങളാണ്. നദീതടങ്ങളെ പ്രധാനമായും 3ആയി തിരിക്കാം. പ്രധാന നദീതടങ്ങൾ. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള നദികളുടെ നദീതടങ്ങളാണിവ. ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മാഹി, പെണ്ണാർ, സബർമതി, ബരക് എന്നീ നദികൾ ഉൾപ്പെടെ 14 നദികൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു. പ്രധാന നദീതടങ്ങൾ 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ളതാണ്. ഇങ്ങനെ 14 നദികളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ ബ്രഹ്മപുത്ര, ഗംഗ, കൃഷ്ണ, താപ്തി, നർമ്മദ, മഹി, പെണ്ണാർ, സബർമതി, ബരക് എന്നിവ ഉൾപ്പെടുന്നു. സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണിവ. കാളിന്തി, പെരിയാർ, മേഘ്ന തുടങ്ങി 44 നദീവ്യൂഹങ്ങൾ ഇതിൽപ്പെടുന്നു. സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളാണ്. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെയാണ്.
കാളിന്തി, പെരിയാർ, മേഘ്ന തുടങ്ങി 44 നദീവ്യൂഹങ്ങൾ വരുന്നുണ്ട്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ നദിയുടെ വൃഷ്ടിപ്രദേശം സാമാന്യം വിസ്തൃതിയുള്ള നദീതടത്തിലാണ് വരുന്നത്. ചെറു നദീതടങ്ങൾ 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണിവ. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ ധാരാളം നദികൾ ഈ വിഭാഗത്തിൽ പെടുന്നു. ഉപദ്വീപീയ പ്രദേശങ്ങളിൽ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിൽ നിന്നും വിഭിന്നമായി 2 പ്രധാന ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും മറ്റനേകം ചെറുനദികളോടൊപ്പം അറബിക്കടലിൽ പതിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. ഉത്ഭവരീതിയുടെയും സ്വഭാവ പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വേർതിരിക്കാം. ഹിമാലയത്തിൽ നിന്നുത്ഭവിക്കുന്ന മറ്റു നദികളേക്കാൾ ഉത്ഭവത്തിലും പ്രായത്തിലും പഴക്കമേറിയതുമായതിനാൽ ചമ്പൽ, ബേഡ്വ, സോൺ എന്നീ നദികളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വർഗീകരണ രീതിയാണ്. അതിനാൽ ഈ വർഗീകരണ രീതിയാണ് ഈ പുസ്തകത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങൾ. ചെറുതും വലുതുമായ ധാരാളം നദികൾ ചേർന്നാണ് ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം രൂപപ്പെട്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ പരിണാമ പ്രക്രിയകളുടെയും വർഷണത്തിന്റെ സ്വഭാവ സവിശേഷതകളുടെയും ഫലമാണ് ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം നീണ്ട ഭൗമചരിത്ര കാലത്തിലൂടെ പരിണമിച്ചവയാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു നദികളാണ് ഇതിൽ മുഖ്യമായും ഉൾപ്പെടുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാത്ത നദികളാണ്. ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം തന്നെ നദികളുടെ അപരദന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി രൂപപ്പെട്ട ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നു. ആഴമേറിയ ഗിരികന്ധരങ്ങളെ കൂടാതെ പർവ്വതഭാഗത്ത് ഇവ വീരൂപ താഴ്വര, ചെറു വെള്ളച്ചാട്ടം തുടങ്ങി ഭൂരൂപങ്ങളും സൃഷ്ടിക്കുന്നു. സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ വിസ്തൃതമായ താഴ്വരകൾ, ഓക്സ്ബോ തടാകം, പ്രളയ സമതലങ്ങൾ, ബ്രെയ്ഡഡ് ചാലുകൾ തുടങ്ങിയവയും നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു. ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ശക്തം ഒഴുകുന്നു. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി ഇവയ്ക്കിടെ ഗതിമാറി ഒഴുകുന്നതിന് കുപ്രസിദ്ധമാണ്. കോസി നദി പർവ്വതത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ സമതലങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇത് നദിയുടെ പാത തടസ്സപ്പെടുത്തുകയും ഗതിമാറി ഒഴുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഹിമാലയൻ നീരൊഴുക്കിന്റെ പരിണാമം. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇൻഡോ-ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ഒരു ബൃഹത് നദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. ഹിമാലയത്തിന്റെ അത്രയും നീളത്തിൽ അസം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഗൾഫിൽ ഒഴുകിയെത്തിയിരുന്നു. ഈ ബൃഹത് നദിയുടെ തുടർച്ചയും അതിന്റെ തടാക സംബന്ധമായ ഉത്ഭവവും നദിയുടെ എക്കൽ നിക്ഷേപമായ മണൽ, കളിമണ്ണ്, ഉരുളൻ കല്ലുകൾ, കൺഗ്ലോമറൈറ്റ് എന്നിവയെല്ലാം ഈ വാദഗതിക്ക് ബലം നൽകുന്നു. കാലക്രമേണ ഇൻഡോ-ബ്രഹ്മ നദി 3 നീരൊഴുക്ക് വ്യൂഹങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. പടിഞ്ഞാറ് സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളും, മധ്യഭാഗത്ത് ഗംഗാ നദിയും ഹിമാലയൻ പോഷക നദികളും, കിഴക്ക് ബ്രഹ്മപുത്ര നദിയുടെ അസമിലെ ഭാഗങ്ങളും അതിന്റെ ഹിമാലയൻ പോഷക നദികളും. സിന്ധു ഗംഗാ നദികൾക്കിടയിൽ ജലവിഭാജകമായ പോട്ട്വാർ പീഠഭൂമി, ഡൽഹി റിഡ്ജ് ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയത്തിന് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ സംഭവിച്ച ഉത്ഥാനമായിരിക്കാം ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടതിന് കാരണമായത്. അതുപോലെ മധ്യ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കുമിടയിലുള്ള മാൾഡ വിടവിന്റെ താഴ്ത്തപ്പെടൽ ഗംഗ, ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിച്ചുവിടാൻ കാരണമായി. സിന്ധു നദീവ്യൂഹം. ലോകത്തിലെ വലിയ നദീതടങ്ങളിലൊന്നായ സിന്ധു നദീതടം 11,65,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും 2,880 കിലോമീറ്റർ ദൈർഘ്യമുള്ളതുമാണ്. ഇൻഡസ് എന്നും അറിയപ്പെടുന്ന സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്നു. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4,164 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ
നിന്നുത്ഭവിക്കുന്ന സിന്ധു നദി ടിബറ്റിൽ സിംഹത്തിന്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്നറിയപ്പെടുന്നു. ലഡാക്കിനും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെ വടക്കു പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്ന നദി ലഡാക്കും ബാൾട്ടിസ്ഥാനും കടക്കുന്നു. ലഡാക്ക് പർവ്വതനിരയ്ക്ക് കുറുകെ ഒഴുകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഗിൽഗിത്തിനടുത്ത് അതിമനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. ദാർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനടുത്ത് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധു നദി ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇതിനടിയിൽ ധാരാളം ഹിമാലയൻ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നുണ്ട്. ഷയോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഖർ, ഗസ്തിങ്, ദ്രാസ് എന്നിവ അവയിൽ പ്രധാനമാണ്. ഹിമാലയൻ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നത് ഷയോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഖർ, ഗസ്തിക്, ദ്രാസ് എന്നിവയാണ്. പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ച് നദി പർവ്വതത്തിന് പുറത്തെത്തുന്നു. ഇവിടെ വെച്ച് വലതു തീരത്ത് നിന്നും കാബൂൾ നദി സ്വീകരിക്കപ്പെടുന്നു. വലതു തീരത്ത് ചേരുന്ന മറ്റ് പ്രധാന പോഷക നദികളാണ് ഗുറം, ടോച്ചി, ഗോമാൽ, വിബോവ, ശങ്കർ എന്നിവ. ഇവയെല്ലാം സുലൈമാൻ മലനിരകളിൽ നിന്നുത്ഭവിക്കുന്നവയാണ്. വീണ്ടും തെക്കുഭാഗത്തേക്ക് ഒഴുകുന്ന നദിയിൽ മിലാൻകോട്ടിൽ മുൻപായി പഞ്ചനദികൾ ചേരുന്നു. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ 5 നദികൾ ചേർന്നതാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത്. കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നത് കറാച്ചിക്ക് കിഴക്കായിട്ടാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചന്ദ്ര എന്നും ബാഗ എന്നും പേരുള്ള 2 അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്ത്രയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ ചിബാഗ് ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നു. ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്നത് ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ്. പാകിസ്ഥാനിൽ എത്തും മുൻപ് ഈ നദി 1180 കിലോമീറ്റർ ദൂരം ഒഴുകുന്നു. സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ് രവി. ഹിമാചൽ പ്രദേശിലെ രോഹ്താങ് ചുരത്തിന്റെ പടിഞ്ഞാറായിട്ടുള്ള കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിനാബ് താഴ്വരയിലൂടെ ഒഴുകുന്നു. രവി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ രോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായിട്ടുള്ള കുന്നുകളിൽ നിന്നാണ്. എന്നിട്ട് ചമ്പാ താഴ്വരയിലൂടെയാണ് ഇവ ഒഴുകുന്നത്. പീർപാഞ്ചൽ, ദൗളധർ പർവ്വതനിരകളുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സാരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിൽ ചേരുന്നു. സിന്ധു നദിയുടെ മറ്റൊരു പോഷക നദി ബിയാസ് സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തിലുള്ള രോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്നു. കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ദൗളധർ പർവ്വതത്തിൽ കാട്ടിയിലും ലാർഗിയിലും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. പഞ്ചാബ് സമതലത്തിൽ കടക്കുന്ന നദി ഹരിക്കെയിനടുത്ത് സത്ലജ് നദിയുമായി സന്ധിക്കുന്നു. ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗാസ് തടാകം. രാഗാസ് തടാകം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്താണ്. 4555 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഗാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി ഇവിടെ ലങ്ചൻ ഗംബാബ് എന്ന് വിളിക്കപ്പെടുന്നു. സത്ലജ് നദി ഉത്ഭവിക്കുന്നത് രാഗാസ് തടാകത്തിൽ നിന്നുമാണ്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലങ്ചൻ ഗംബാബ്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഏകദേശം 400 കിലോമീറ്റർ സിന്ധു നദിക്ക് സമാന്തരമായി ഒഴുകുന്ന സത്ലജ് രൂപാറിൽ ഗിരികന്ധരങ്ങൾക്ക് പുറത്തെത്തുന്നു. ഹിമാലയത്തിലെ ഷിപ്കില ചുരം കടന്ന് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ്. ബക്രാനങ്കൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാക്കുന്നതിനായി സത്ലജ് സിന്ധു നദിയുടെ ഏറെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്.